കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എഫെസോസുകാർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മെക്കുറിച്ച് നാം അറിയുന്നതിനേക്കാൾ ഉപരിയായി അറിയാവുന്ന ദൈവമാണ് നസ്രായനായ യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ കൃപയിലാണ് നാം ഇപ്പോഴും ആയിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അർഹതയില്ലാതിരുന്നിട്ടും ദൈവം നമ്മിൽ ചൊരിഞ്ഞ അവിടുത്തെ സ്നേഹമാണ്, ദാനമാണ് ഈ കൃപ. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവിടുത്തെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുകയാണ്. സ്നേഹമുള്ളവരെ, കൃപ അവിടുന്ന് നമ്മിൽ ധാരാളമായി ചൊരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വേദനകളിൽ, കഷ്ടപ്പാടുകളിൽ, നിരാശകളിൽ, ഇല്ലായ്മകളിൽ നാം തകർന്നു പോകാത്തത് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നാം കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണം എന്ന് തിരുവചനം വ്യക്തമാക്കുകയാണ്. കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് കർത്താവായ യേശുവിൻ്റെ കൃപ ഇന്ന് നമ്മിലും, നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ പ്രാർത്ഥനകളിലും, നമ്മുടെ ആവശ്യങ്ങളിലും കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞാൻ പൂർണ്ണനായി തീരട്ടെ എൻ്റെ യേശുവേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കൃപ നമ്മിൽ നിറയട്ടെ. ഞാനും പൂർണ്ണനാകും. അർഹതയില്ലാത്തിടത്ത് അർഹതയോട് നമുക്ക് വന്നു ചേരുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തേജസ്സാൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. ഓ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനും പൂർണ്ണനാകും. ഓ യേശുവേ, നിന്നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിടുമേ. ഹല്ലേലൂയ. ഞാനും പൂർണ്ണനാകും. കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണം ഈശോ. ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന വ്യക്തികളിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ അവിടുത്തെ കൃപ ചൊരിയണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുത്തെ കൃപ ചൊരിയണം. മക്കളുടെ പഠന മേഖലകളിലേക്ക് യേശുവേ അങ്ങയുടെ കൃപ ചൊരിയണം. പോയിടുവാൻ നിൻ
കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുന്നു. കർത്താവിന്റെ കൃപ സമൃദ്ധമായി നിറയപ്പെടും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഓടുവാൻ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ അങ്ങയുടെ ശക്തിയെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പകരം തരുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഈശോയെ. ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഈശോയെ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഓ യേശുവേ, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലേക്ക് അങ്ങയുടെ കൃപ നിറയട്ടെ. ഞങ്ങൾ കാണുന്ന വ്യക്തികളിൽ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ അവിടുത്തെ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിഷ്ടം ചെയ്തിടുവാൻ നിൻ ശക്തി നൽകിടണേ. അനാദിയായ ഓ യേശുവേ, പകരം തരുവാൻ ഒന്നുമില്ലീടത്തിൽ. പകരം തരുവാൻ ഒന്നുമില്ലീടത്തിൽ. തേജസ്സിനാഥനേ, ശാരോൽപ്പനി നീർപ്പൂവേ, കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. നിന്നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിടുമേ. യേശുവേ, നിന്നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിടുമേ. ഓ എന്റെ കർത്താവേ, ഞാനും പൂർണ്ണനാകും. യേശുവേ, അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനും പൂർണ്ണനാകും. ഇന്ന് കർത്താവിന്റെ കൃപ അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകലരിലും കടന്നു വരട്ടെ എന്നും നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറുകയും ചെയ്യപ്പെടട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.